നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതല്ലെങ്കിൽ ആമോദം എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന വാക്കിന് അർത്ഥം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തന്നെ നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ സ്പെക്ട്രം ഓഫ് ഡിസീസ് ഒരുപാടുണ്ട്. ഇവിടെ നമ്മൾ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധികളെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൽ റുമാറ്റോയിഡ് എന്ന വാക്കിനർത്ഥം സന്ധികളോ അതല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പേശികളോ ജോയിൻസ്, ടെൻഡോൺസ്, ലിഗമെൻറ്റ്സ് ഇതിനെയൊക്കെ ബാധിക്കുന്ന രോഗാവസ്ഥ എന്നാണ് പറയുന്നത്. ആർത്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധികൾക്കുണ്ടാകുന്ന നീർവീക്കം. അപ്പോൾ ഈ പ്രത്യേകിച്ച് സന്ധികളെ ബാധിക്കുന്ന സന്ധികൾക്ക് ചുറ്റുമുള്ള കണക്റ്റീവ് ടിഷ്യൂസിനെ ബാധിച്ച് അതിലൂടെ സന്ധികൾക്ക് ഡാമേജ് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗാവസ്ഥ. ഇതിന് ആമോദം എന്ന് ആയുർവേദത്തിൽ പറയും ഈ രോഗാവസ്ഥയ്ക്ക്. അപ്പോൾ ഇതിന് ഉള്ള പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഉള്ളത് മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻ ആണ്. ഒരുപാട് സന്ധികൾക്ക് വേദന ഉണ്ടാകും. അതേപോലെ സിമ്മട്രിക്കൽ ജോയിൻറ്റ് പെയിൻ, ഒരുപോലെ രണ്ട് വശമുള്ള സന്ധികൾ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കും. അതേപോലെ മോർണിംഗ് സ്റ്റിഫ്നെസ് ഒരു പ്രധാന ഘടകമാണ്. രാവിലെ എണീക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആരോഗ്യമില്ലാത്തൊരവസ്ഥ പോലുള്ള തോന്നൽ, അതേപോലെ നാക്ക് വരളുക, മൂത്രം ഒരുപാട് പോവുക, ഇതൊക്കെ ഇതിൻ്റെ അനുബന്ധ ലക്ഷണങ്ങളാണ്. കാലക്രമത്തിൽ ബാധിച്ച സന്ധികൾക്ക് കൂടുതൽ ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ജോയിൻസ് സ്റ്റിഫ് ആവുകയും മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ എണ്ണയിടാത്ത വിജാഗിരിയുടെ മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ അത്രയും ഒരു സ്റ്റിഫായി ജോയിൻസ് മാറും. പിന്നീട് ഇത് വീണ്ടും കാലപ്പഴക്കം മൂലം ഡിഫോർമിറ്റി സംഭവിക്കും. കൈയിലെയും കാലിലേക്ക് വിരലുകൾ വളഞ്ഞു പോകുന്നതും ഒക്കെ കാരണമായി തീരുകയും ചെയ്യും. ഈ രോഗത്തെ പ്രധാനമായിട്ട് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ട്, ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ് ഉണ്ട്, അതേപോലെ തന്നെ ഈ പറഞ്ഞ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് പ്രധാനമായിട്ടും ഒരു പ്രായാധിക്യം മൂലം ഉണ്ടാകും, അതല്ലെങ്കിൽ സന്ധികളുടെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. അപ്പോൾ ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ചെറിയതായിട്ട് നീരുണ്ടാവുകയും പിന്നീട് 2 ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ അത് ആ പാറ്റേണിലുള്ള നീര് മാറുകയും ചെയ്യും. എന്നാൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് സംഭവിച്ചിടത്തോളം നീരും വേദനയൊക്കെ കൂടി വരികയും ഒരുപാട് സന്ധികളെ കൂടുതൽ ബാധിക്കുന്നതായിട്ട് കാണുകയും ചെയ്യും പ്രധാനമായിട്ടും. അതേപോലെ എവിടെയൊക്കെ സൈനോവിയൽ മെംബ്രെയിൻ ലൈനിങ് ഉണ്ടോ അവിടെയൊക്കെ ഈ നീർവീക്കം ഉണ്ടാകുന്നതായിട്ട് കാണുകയും ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കൈകൾ എടുക്കുകയാണെങ്കിൽ ഈ കയ്യിൽ കാർപ്പൽ ജോയിൻസ്, അപ്പോൾ മെറ്റാകാർപ്പൽ ജോയിൻസിൽ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പം ആമോദം അല്ലെങ്കിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ ഈ ജോയിൻസിനെ കൂടുതലായിട്ട് ബാധിക്കും. അതേസമയം ഓസ്റ്റിയോ ആർത്രൈറ്റിസിലൊക്കെ ആണെങ്കിൽ പ്രോക്സിമലോ ഡിസ്റ്റോ കാർപ്പൽ ജോയിൻസിനെയാണ് കൂടുതലായിട്ട് ബാധിച്ച് കണ്ടുവരുന്നത്. ആദ്യം ചെറിയ സന്ധികളെ ബാധിക്കുകയും പിന്നീട് വലിയ സന്ധികളിലേക്ക് ബാധിക്കുകയും ചെയ്യുന്നതാണ് ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണം. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിലോട്ട് വരാം, കറക്ഷൻ ട്രീറ്റ്മെൻറ്റ്സിലോട്ട് വരാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്മ്യൂണിറ്റി, പ്രതിരോധ സംവിധാനത്തിലുള്ള തകരാറ് മൂലമാണ് ഈ രോഗം സംഭവിക്കുന്നത്. അപ്പോൾ പ്രതിരോധ സംവിധാനത്തിനുള്ള തകരാറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കുക. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ ചില ഇൻഫെക്ഷൻസ്, ചില ബാക്ടീരിയ ഇൻഫെക്ഷൻസ്, സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഈ ഇതിലൊരു ട്രിഗർ ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇൻഫെക്ഷൻസിൽ ഈ ബാക്ടീരിയയുടെ കോശങ്ങളും നമ്മുടെ ശരീരത്തിലെ ഈ കണക്റ്റീവ് ടിഷ്യൂസിലുള്ള കോശങ്ങൾക്ക് രൂപസാമ്യം ഉള്ളതുകൊണ്ട് പ്രതിരോധ സംവിധാനം തെറ്റിദ്ധരിക്കപ്പെടുകയും ഈ ബാക്ടീരിയ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ കോശങ്ങളെ നശിപ്പിക്കാനുള്ള പ്രതിപ്രവർത്തനം ശരീരത്തിലുണ്ടാവുകയും ചെയ്യും. അതിൻ്റെ അനന്തരഫലമായിട്ട് ഈ സൈനോവിയൽ മെംബ്രെയിൻ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും, ഇപ്പോൾ ഉദാഹരണമായിട്ട് കാൽമുട്ടിലാണെങ്കിൽ കാൽമുട്ടിൽ നീർവീക്കം ഉണ്ടാവുകയും പിന്നീട് അത് കാലക്രമത്തിൽ സ്വാഭാവികമായിട്ടും ഫ്ലൂയിഡ് ഉണ്ടാകുന്ന സൈനോവിയൽ മെംബ്രെയിനെ ബാധിക്കുകയും ഫ്ലൂയിഡിന് ഉണ്ടാകുന്ന നിർമ്മാണ രീതിക്ക് തടസ്സം സംഭവിക്കുക, അതിനകത്തുള്ള സ്ട്രക്ചേഴ്സിന് കാലക്രമത്തിൽ ഡാമേജ് സംഭവിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും പോഷണം നിന്ന് പോയി കഴിഞ്ഞാൽ അകത്തുള്ള സ്ട്രക്ചേഴ്സിന് ഡാമേജ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിന് പ്രധാനമായിട്ടും വേണ്ടത് ഈ പറഞ്ഞ അമിതമായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനം, ഫസ്റ്റ് സ്റ്റേജിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന അമിതമായ പ്രതിരോധ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക. അതിന് ഈ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ഒരു വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് വിശ്രമത്തിന് വേണ്ടിയുള്ളത്. ഒന്ന് ചിട്ടയ ആഹാരം, ചിട്ടയ വ്യായാമം, ഉപവാസം, അതേപോലെ മനസ്സിന് വേണ്ട ധ്യാനം പോലുള്ള ചികിത്സകൾ. ഈ 4 കാര്യങ്ങൾ ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടി ഒരു ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രതിപ്രവർത്തനത്തിൻ്റെ തോത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ എവിടെയാണോ നീർവീക്കം ഉണ്ടായിരിക്കുന്നത്, ഏത് കണക്റ്റീവ് ടിഷ്യൂവിലാണോ അവിടുത്തെ നീർവീക്കം കുറയ്ക്കാൻ വേണ്ടിയുള്ള ലേപപ്രയോഗങ്ങളായാലും കഷായ പ്രയോഗങ്ങളായാലും ഔഷധ പ്രയോഗങ്ങളൊക്കെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുകയാണെങ്കിൽ ആരംഭഘട്ടത്തിൽ നമുക്കിത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത് ഇമ്മ്യൂണിറ്റിക്കുള്ള പ്രശ്നമാണ് അലർജിക് ഫാക്ടേഴ്സ്. അതേപോലെ തന്നെയാണ്
ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒരു പ്രധാന ഘടകമാണ്. ബീജദോഷമെന്ന് ആയുർവേദത്തിൽ പറയും. ഈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഒരു പ്രധാന ഘടകമാണ്. ഇനി ഒരു അടുത്ത സ്റ്റേജിലേക്ക് എത്തി കൂടുതൽ സന്ധികൾക്ക് ഡാമേജ് സംഭവിച്ചു. ഉദാഹരണത്തിന് നമ്മൾ കാൽമുട്ട് തന്നെ എടുക്കാം. കാൽമുട്ടിൽ കാർട്ടിലേജൊക്കെ തേയ്മാനം സംഭവിച്ച്, എല്ലുകൾക്ക് വരെ തേയ്മാനം സംഭവിച്ച് കൂടുതൽ സ്ട്രക്ചറൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് നമുക്കവിടെ ആവശ്യമായിട്ട് വരും. നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി കറക്ഷനോടുള്ള ആ 4 മെത്തേഡ്സിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജോയിൻറ്റ് റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് ആദ്യം അവിടുത്തെ ടോക്സിൻസ് ഒക്കെ പോകാൻ വേണ്ടി പഞ്ചകർമ്മ ചികിത്സകൾ, ശോധന ചികിത്സകൾ ചെയ്യേണ്ടി വരും, രസായന പ്രയോഗങ്ങൾ ചെയ്യേണ്ടി വരും. അതേപോലെ നേരത്തെ പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആണ്. ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ഡാമേജസ്, കൊളാജൻ ഫൈബേഴ്സിൻ്റെ ഡാമേജസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊളാജൻ സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ട് രോഗിക്ക് നൽകേണ്ടി വരും. ഇതെല്ലാം ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചിട്ടയായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിച്ച് ഒരു പരിധിവരെ രോഗിക്ക് ബുദ്ധിമുട്ടില്ലാതെ ലൈഫ് സ്റ്റൈൽ, അതായത് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നീട് മൂന്നാമത് പറഞ്ഞൊരു സ്റ്റേജുണ്ട്, ബീജദോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആണെങ്കിൽ, അപ്പോൾ അത്തരം കണ്ടീഷൻസിലാണെങ്കിൽ രോഗിക്ക് ശരീരത്തെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചിട്ടയായ രീതിയിൽ കൊണ്ടുപോകേണ്ടി വരും. ചിട്ടയായ ആഹാരക്രമം, ചിട്ടയായ ഉപവാസം, ചിട്ടയായ വ്യായാമം, അതേപോലെ ധ്യാനം പോലുള്ള ചികിത്സകൾ ഇതൊക്കെ ചെയ്ത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും രോഗിക്ക് ഈ രോഗത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമായിട്ടുണ്ട്. കാരണം ശരീരത്തിന് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയാം. ഇത് നമ്മൾ അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്വയം പ്രിപ്പയർഡ് ആകാൻ വേണ്ടി വരും. അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ സപ്പോർട്ടൂടെ ആവശ്യമായിട്ട് വരും. വസ്തി പോലെ ചികിത്സ, ക്ഷാരവസ്തി പോലുള്ള ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഗട്ട് മൈക്രോബയോ എന്നൊരു കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ആ ഗട്ട് കറക്ഷനൊക്കെയാണ്. അപ്പോൾ അത് തന്നെ ഈ ബീജദോഷം പോലുള്ള അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാക്രമങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ചികിത്സകളും ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു തേർഡ് സ്റ്റേജിലൊക്കെ എത്തിയ ജോയിൻറ്റ് ഡിജനറേഷനൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് രോഗിക്ക് ഒരു ചിട്ടയായ ജീവിതക്രമം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വലിയ ദോഷമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ആയുർവേദത്തിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന രോഗത്തിനുള്ള ചികിത്സാക്രമങ്ങളും അതേപോലെ ഒരു റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.